വീണ്ടും റിവേറ്റുടെ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷകൾ ധാരാളം അവർക്ക് അനുഗ്രഹമാണ് കേൾക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ശ്രദ്ധിക്കുന്നതെങ്കിൽ ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്ത മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൽ 5 അവൻ കപർന്നഹൂമിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുമെന്ന് അപേക്ഷിച്ചു പറഞ്ഞു. അവനോട് ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അതിൽ ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. നമുക്ക് മണിക്കൂറുകളെടുത്ത് പറയേണ്ട ഒരു വചനം, ചെറിയൊരു ഷോർട്ട് മെസ്സേജ്. അവൻ തൻ്റെ ദാസന് വേണ്ടി കർത്താവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. ശതാധിപൻ ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന് കർത്താവിൻ്റെ അടുക്കൽ വരാൻ മടിയില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ചില പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ മറ്റുള്ളവരെ നോക്കല്ല. എവിടെയാണ് നിങ്ങളുടെ വിടുതൽ, എവിടെയാണ് നിങ്ങളുടെ പ്രശ്നത്തിനൊരു പോംവഴിയോ ഉള്ള, അവിടേക്ക് പോകാൻ നിങ്ങൾ മടിക്കരുത്. 2, അവിടെ വന്നിട്ട് കർത്താവിൻ്റെ ഹൃദയം നിങ്ങൾ ശ്രദ്ധിച്ചു. യെസ്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും. ദൈവം ഒരിക്കലും പറഞ്ഞില്ല ഞാൻ ഡയറി നോക്കാമെന്ന് പറഞ്ഞില്ല. എനിക്ക് ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കട്ടെ, അല്ലെ ഞാൻ ദൈവപുത്രനാണ്, നീ ജാതീയന, അല്ലെങ്കിൽ നീ യഹൂദനല്ല, നീ അല്ലത്തിന് നിൻ്റെ ബാല്യക്കാരന് വേണ്ടി എന്തിനാ എന്നോട് സംസാരിക്കാൻ വന്ന്. പക്ഷേ കർത്താവ് പറഞ്ഞു ഞാൻ വരാം. പക്ഷെ അവൻ പറഞ്ഞു നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ യോഗ്യനല്ല. അതാ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവൻ യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ കർത്താവിനെ അൺവർത്തിയായിട്ട് കാണുന്ന അതാ ഒരു ലോകമാണ്. നസ്രയത്തിലെ ആശാരുടെ മോൻ, മറിയയുടെ മോൻ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ ഇവൻ അവൻ്റെ ദൈവത്വത്തെ ഓണർ ചെയ്യുവാണ്. കാര്യം കൂടാനുകൂടി ദൂതന്മാർ നിൻ്റെ കൂടെ ഉണ്ട്. അതാണ് പറഞ്ഞ് ഒരു വാക്ക് നീ കൽപ്പിച്ചാൽ മതി. പിന്നീട് നമുക്കറിയാം എൻ്റെ സ്റ്റോറി താഴോട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ എനിക്ക് ഇതിനകത്തൊന്നും തരാനുള്ള സന്ദേശം ഇതേ ഉള്ളൂ. നിൻ്റെ വിഷയമായി ദൈവത്തിൻ്റെ അടുക്കൽ വരാൻ ആരൊക്കെ നിനക്ക് എതിർപ്പ് നിന്നാലും നിൻ്റെ വിടുതൽ. ഒരിക്കൽ കുളക്കരയിൽ സൗഖ്യമായ മനുഷ്യനോട് ആര് പറഞ്ഞത് ശബത്താ നീ കിടക്കെടുത്ത് നടക്കുന്നേ, സൗഖ്യമാക്കിയവൻ എന്നോട് പറഞ്ഞു എടുത്തോ നടക്കാൻ. വരാൻ മടിക്കല്ലേ, കർത്താവ് റെഡിയാണ്, സൗഖ്യമാക്കാൻ കർത്താവ് റെഡിയാണ്. പക്ഷേ ഈ ശതാധിപൻ്റെ വിശ്വാസം പോലെ നമുക്കൊന്ന് പറയാൻ കഴിയുമോ? നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. അവൻ പറഞ്ഞിരിക്കുന്ന ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ മതി നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമായിട്ട്. അത് വിശ്വാസം നമ്മൾ വിളിച്ചു പറയുമ്പോൾ അതിൻ്റെ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. ദൈവം അനുഗ്രഹിക്കട്ടെ.